Good morning, students. അടുത്ത പ്രോബ്ലം ഇതാണ്. Show the series, prove the series sigma k equal to 1 to infinity minus 1 raised to k plus 1 into k plus 2 by k into k plus 1 is conditionally convergent. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് യു കെ എന്ന് പറയുന്നത് minus 1 raised to k plus 1 into k plus 2 divided by k into k plus 1. ഇതിന്റെ മോഡുലസ് ഓഫ് യു കെ എടുക്കുക. മോഡുലസ് ഓഫ് യു കെ എന്ന് പറഞ്ഞാൽ k plus 2 divided by k into k plus 1. നമ്മൾ ഈ minus 1 raised to k plus 1 എന്നുള്ളത് ഒഴിവാക്കിക്കൊള്ളും. അപ്പൊ k plus 2 divided by k into k plus 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മോഡുലസ് ഓഫ് യു കെ എന്നുള്ളത് കൺവെർജന്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ, ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യണം. And നമുക്ക് പല ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, റൂട്ട് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നപ്പോഴാണ് ഫാക്ടോറിയൽ വരുമ്പോഴും പവർ കെ വരുമ്പോഴും. റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് റൂട്ട് ഹോൾ റേസ് ടു കെ വരുമ്പോൾ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? ഇവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റിന് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പുതിയ സീരീസ് ഫോം ചെയ്യണം. ഫോം എ ന്യൂ സീരീസ്. മോഡുലസ് ഓഫ് വി കെ അതെന്താണത്? പുതിയ സീരീസ് എന്ന് പറഞ്ഞാൽ കെ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ. ന്യൂമറേറ്ററിൽ കെ എടുത്തു, ഡിനോമിനേറ്ററിൽ കെ സ്ക്വയർ എടുത്തു. അപ്പൊ എന്ത് കിട്ടി? 1 by k കിട്ടി. ഈ കെയുടെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെ p is equal to 1. Therefore new series is divergent. ഇനി നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് uk by vk. That is ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് uk എന്താണ്? മോഡുലസ് ഓഫ് uk എന്ന് പറഞ്ഞാൽ 2 k plus 2 divided by k into k plus 1 divided by മോഡുലസ് ഓഫ് vk എന്താണ്? 1 by k. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k plus 2 by k into k plus 1 into k by 1. ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഈ k plus 2 into k ആണ്. k plus 2 into k ആവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് k പുറത്തെടുക്കാം. അപ്പോ 1 plus 2 by k into k. ന്യൂമറേറ്ററിലെ 2k വന്ന് k into k സ്ക്വയർ ആവും. ഡിനോമിനേറ്ററിൽ k ഇൻറ്റു ഈ k പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? 1 plus 1 by k. അപ്പൊ k സ്ക്വയർ അപ്പൊ ഈ k വിട്ട് ഈ k വിട്ട് ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ 2 by k എന്നുള്ള 0 ആവും, 1 by k എന്നുള്ള 0 ആവും. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ്. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? Therefore given series, നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് is തന്നിരിക്കുന്ന സീരീസ് ഇതാണ്. സീരീസ് ഈസ് absolutely divergent. എന്തുകൊണ്ടാണ് ഡൈവർജന്റ് ആയത്? ഈ പുതിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ടും റോ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ് ആയതുകൊണ്ടും നമ്മുടെ ഗിവൺ സീരീസ് ഈസ് absolutely divergent. ഇപ്പൊ പുതിയ സീരീസ് കൺവെർജന്റ് ആയിരുന്നെങ്കിലോ നമ്മൾ പറയും തന്നിരിക്കുന്ന സീരീസ് absolutely കൺവെർജന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ഈ പുതിയ സീരീസ് ഡൈവർജന്റ് ആണെന്ന് കിട്ടി. റോയുടെ വാല്യൂ നമുക്ക് 1 ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ് എന്ന് കിട്ടി. Therefore നമ്മുടെ കൺക്ലൂഷൻ ഗിവൺ സീരീസ് ഈസ് absolutely divergent. ഇനി നമ്മൾ തന്നിരിക്കുന്ന സീരീസ് കണ്ടീഷണലി കൺവെർജന്റ് ആണോ നോക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റിന്റെ പേര് എന്താണ്? ലെബിനിസ് ടെസ്റ്റ് ആണ്. ലെബിനിസ് ടെസ്റ്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം യു കെ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ യു കെ എന്ന് പറയുന്നത് k plus 2 divided by k into k plus 1. ഈ യു കെ പ്ലസ് 1 എടുക്കാം. യു കെ പ്ലസ് 1 എന്താണ്? യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ k പ്ലസ് ഈ k യുടെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ k പ്ലസ് 1 ആവും. അപ്പൊ k പ്ലസ് 3 ആവും ഡിവൈഡഡ് ബൈ k പ്ലസ് 1 into k പ്ലസ് 1. ഇപ്പൊ ന്യൂമറേറ്റർ എന്തായി? k പ്ലസ് 2 എന്നുള്ളത് k പ്ലസ് 3 ആയി. ഡിനോമിനേറ്ററിൽ k എന്നുള്ളത് k പ്ലസ് 1 ആയി. ഈ k പ്ലസ് 1 എന്നുള്ളത് k പ്ലസ് 2 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യു കെ പ്ലസ് 1 ആണ് യു കെ ആണ് വരുന്നത് നോക്കണം. അതിന് k ക്ക് 1 കൊടുക്കാം. 1 കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്ത് കിട്ടാം? നമുക്ക് 2 1 3 ഡിവൈഡഡ് ബൈ ഇവിടെ k ക്ക് 1 കൊടുക്കുക 1 into
കെക്ക് 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 that is equal to 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് 3/2 എന്നാണ്. കെക്ക് ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ കെക്ക് 1 കൊടുക്കുമ്പോൾ 4/1 plus 1 2 ആണ്. 2 into 1 plus 2 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് 4/6 ആണ്. 4/6 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഇവിടെ നമുക്ക് 3/2 കിട്ടി, ഇവിടെ നമുക്ക് 2/3. ഇതിൽ ഏതാണ് വലുത്? 3/2 ആണ് വലുത്. Therefore UK plus 1 less than UK. അപ്പൊ ലെബനിസ് ടെസ്റ്റ് പ്രകാരം ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു. UK എന്നുള്ളത് അല്ല, UK plus 1 less than UK കിട്ടി. ഇനി നമ്മൾ ഇതിൽ ഒരു കണ്ടീഷൻ കൂടി നോക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് k tends to infinity AK UK. That is limit k tends to infinity. UK എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? UK എന്ന് പറയുന്നത് k plus 2 divided by k into k plus 1. അതായത് ലിമിറ്റ് k tends to infinity k plus 2 divided by k പുറത്തെടുത്ത് കഴിയുമ്പോൾ k square into 1 plus 1/k ഉണ്ട്. ന്യൂമറേറ്ററിലെ ലിമിറ്റ് k tends to infinity k പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 2/k ഉണ്ട്. ഡിനോമിനേറ്ററിലെ k square into 1 plus 1/k ഉണ്ട്. ഒരു k വെട്ടിക്കളഞ്ഞു. k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ഈ ടേം 0 ടോട്ടൽ ഇത് k ക്ക് ഇൻഫിനിറ്റി വരുമ്പോൾ ആൻസർ റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ലെബനിസ് ടെസ്റ്റ് പ്രകാരം both conditions are fulfilled. രണ്ട് കണ്ടീഷൻസ് ഏതാണ്? UK plus 1 എന്നുള്ളത് ലെസ് ദാൻ UK എന്ന് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? UK ലിമിറ്റ് k tends to UK വരുമ്പോൾ 0 കിട്ടി. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? The given series, നമ്മുടെ given series ഇതാണ്. Given series is absolutely conditionally. Given series is conditionally continuous. Given series is conditionally continuous. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റേജ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ. അതിന് ഏത് ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചു. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പുതിയൊരു സീരീസ് ഫോം ചെയ്തു. ആ പുതിയ സീരീസ് ഡൈവർജന്റ് ആണെന്ന് കിട്ടി. എന്തുകൊണ്ട്? P = 1 ആയതുകൊണ്ട്. അതോടൊപ്പം തന്നെ റോ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഫൈനൈറ്റ് ആണ്. ആ പുതിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ട് ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് എന്ന് പറയുന്നു. ഇനി ഇത് കണ്ടീഷണലി കൺവെർജന്റ് ആണോ നോക്കാനായിട്ട് ഏത് ടെസ്റ്റ് ഉപയോഗിച്ചു? ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചു. ലെബനിസ് ടെസ്റ്റ് UK എന്ന് പറയുന്നത് എന്താണ്? k plus 2/k into k plus 1 ആണ്. UK plus 1 എന്താണ്? k plus 3/k plus 1 into k plus 2 ആണ്. ഇതിൽ ഏതാണ് വലുത്? UK plus 1 ലെസ് ദാൻ UK ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k tends to infinity UK എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതുകൊണ്ട് നമ്മൾ പറയുന്നു ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവെർജന്റ്. ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവെർജന്റ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.